ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കൊണ്ട് സാധിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക റെഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിവരം നൽകിയിരിക്കുന്നത് ഇന്ന് ചിന്തിപ്പാൻ കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണല്ലോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള അടയാളങ്ങളും ഓരോ ലോക സംഭവങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അവിടെ ദാനിയേൽ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ഇപ്പോൾ ദാനിയേൽ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് 24:15 എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ അത് ദാനിയേൽ പ്രവചനം, പ്രത്യേകിച്ച് നമുക്കറിയാം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ പ്രവചനമുണ്ട്. അതിന് പറയുന്നത് ദ ലോങ്ങസ്റ്റ് പ്രോഫസി ഇൻ ദ ബൈബിൾ. അപ്പോൾ അവിടെ 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് എന്താണ്? അതായത് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ബൈബിൾ ഞാൻ വായിക്കാം. അതിന് അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഈ ഒരു പ്രവചനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിക്കുന്നതിന് മുന്നോടിയായിട്ട് നൽകിയ ഒരു പ്രവചനമാണ്. എന്തിനെക്കുറിച്ചാണ്? ലോകരാഷ്ട്രങ്ങളുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ്? ഞാൻ മുമ്പേ പറഞ്ഞതായ ദാനിയേൽ പ്രവാചകനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പരാമർശിച്ചതുപോലെ ഇപ്പോൾ ഈ ദാനിയേലിൻ്റെ അനേക ദർശനങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യമാണ് 2300 സന്ധ്യ ഉഷസ് എന്നുള്ളത്. ഇപ്പോൾ ഈ 2300 സന്ധ്യയും ഉഷസ്സും അത് വേറൊരു പഠനമാണ്, അത് നമുക്ക് ഇന്ന് പഠിക്കാം. പക്ഷേ ഓർക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ മനുഷ്യർക്ക് ആവശ്യമായതായ എല്ലാ ഉപദേശങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ മാനിക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടതായ, അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുകയും ചെയ്യേണ്ടതായ നമ്മുടെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ഇതൊക്കെയും എന്താണ്? ഒരു പാഠമാണ്. എന്താണ് പാഠം? അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഈ ഒരു അനുഭവമാണ്. അതായത് നീയോ ദാനിയേലേ, അതായത് ഈ പ്രവചനമെല്ലാം കഴിഞ്ഞ ശേഷം ദാനിയേലിനോട് പറയുകയാണ്, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു നിവൃത്തി, അതായത് എന്താണ്? ദാനിയേലിനോട് പറഞ്ഞു, ഇതെല്ലാം പ്രവചനിച്ച ശേഷം പറയുകയാണ്, ദാനിയേലേ നീ ബുക്ക് അടച്ച് വെക്കുക, അത് ഒരു സീൽഡ് ബുക്കായിട്ട് വരും, പലരും അതിനെ പരിശോധിക്കും. എന്നിട്ട് എന്തു ചെയ്യും? അതിനെ പറയുന്നത് ദാനിയേൽ അന്ത്യകാലം വരെ ഈ വചനത്തെ മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജ്ഞാനം വർദ്ധിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം 2300 സന്ധ്യ ഉഷസ്സുന്ന പ്രവചനം കഴിഞ്ഞ് 1844 അല്ലെ ആ ഒരു കാലയളവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് നമുക്കറിയാം സഭാതലങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. എന്തായിരുന്നു? അതുവരെയും ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് വരെ ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും ലഭ്യമല്ലായിരുന്നു. അന്നത്തെ കാലത്ത് സഭ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലത്തീൻ ഭാഷയിൽ മാത്രം, അതായത് കത്തോലിക്ക സഭ ഭരണം നടത്തുന്ന സമയത്ത് ലത്തീൻ ഭാഷയിൽ മാത്രമാണ് ബൈബിളുള്ളത്. അത് പലർക്കും വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ സാധിച്ചില്ല. എന്നാൽ മാർട്ടിൻ ലൂതറിൻ്റെ നവോത്ഥാന കാലത്ത് എന്താണ് സംഭവിച്ചത്? മാർട്ടിൻ ലൂതറും അതുപോലെ തന്നെ വിക്ലിഫും ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെയും ദൈവത്തിൻ്റെ വചനം മൂലഭാഷകളിൽ നിന്നും സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിലേക്ക് മാർട്ടിൻ ലൂതറും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിക്ലിഫും തർജ്ജിമ ചെയ്തു. അപ്പോൾ ഈ തർജ്ജിമ ചെയ്തതായ സമയത്ത് അത് പ്രചരിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടി. അതിൻ്റെ കാര്യത്തിലൊക്കെ ചരിത്രം പ്രസ്താവിക്കുന്നുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം രഹസ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി അത് ബ്രെഡിനകത്ത് ആക്കി അത് ബേക്ക് ചെയ്ത് പലർക്കും കൊടുക്കുമായിരുന്നു.
അങ്ങനെ ലോലാർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയാണ് വിക്ലിഫിൻ്റെ സമൂഹം ദൂതുകൾ പലയിടത്തും എത്തിച്ചത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് മാർട്ടിൻ ലൂതർ തൻ്റെ തിരുവചനം ജർമ്മൻ ഭാഷയിൽ എഴുതി അത് പ്രചരിപ്പിക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്തു. ആദ്യം പഴയ നിയമം, പുതിയ നിയമമാണ്, പിന്നെ പഴയ നിയമം. അപ്പോൾ ഇതൊക്കെയും ചെയ്തപ്പോൾ സാധാരണക്കാരന് ബൈബിൾ വായിക്കാനൊക്കെ ഇടയായി. അതുകൊണ്ടാണ് മനുഷ്യർ ഇതിനോട് അനുകൂലിച്ചത്. അങ്ങനെ പ്രോട്ടസ്റ്റാൻറ്റിസം വന്നു. പ്രോട്ടസ്റ്റാൻറ്റിസം വന്നപ്പോഴത്തേക്ക് അവരവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം ലഭ്യമായതോടുകൂടി സകലരും പഠിക്കുവാൻ തുടങ്ങി. പഠിച്ചപ്പോൾ അത് ഒരു ജ്ഞാനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു ആരംഭമായിട്ട് അത് വേണം ചൂണ്ടിക്കാണിക്കാം. ഇനി അത് മാത്രമല്ല, ഈ ഭൂമിയിൽ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങി. അതുപോലെ സ്റ്റീം എൻജിൻ. ഒരു സമയത്ത് മനുഷ്യൻ പോയിക്കൊണ്ടേയിരുന്നത് വാഹനം നടപ്പായിരുന്നു, പിന്നെ കുതിരവണ്ടിയായിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ സ്റ്റീം എൻജിൻ തുടങ്ങി. അപ്പോൾ മനുഷ്യന് കുറെ കൂടി വേഗത്തിൽ സഞ്ചരിക്കാൻ കൊണ്ടിടയായിത്തീർന്നു. പിന്നെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, അപ്പോൾ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെയും എന്താണ്? ജ്ഞാനവർദ്ധനവിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. പിന്നെ ടെലിഫോൺസ് ഉണ്ടായി, പിന്നെ നമുക്കറിയാം റേഡിയോ ഉണ്ടായി. അല്ലെങ്കിൽ ഇതൊക്കെയും അതിൻ്റേതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുള്ള ചില വ്യക്തികളൊക്കെയും പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെയും സംഭവിച്ചത്. പിന്നെ നമുക്കറിയാം കാലപ്പഴക്കത്തിന് എക്സ്റേ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പല രീതിയിലുള്ള രീതികൾ, അതായത് തയ്യൽ മെഷീൻ, അതുപോലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പല ഉപാധികളും, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൂടെ കൃഷി കാര്യങ്ങളിലാകട്ടെ, അതുപോലെ പ്രസ്സാകട്ടെ, വണ്ടി ഓടിക്കുന്നതിലാകട്ടെ, അങ്ങനെയുള്ള പല സംഭവം. പിന്നെ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചു, അതുപോലെ സ്റ്റീം എഞ്ചിൻ. അപ്പോൾ ഇതൊക്കെയും എന്താണ്? മനുഷ്യൻ്റെ അറിവിൻ്റെ വർധനമാണ്. അപ്പോൾ ഇതൊക്കെ അതിന് കൂടത്തിൽ തന്നെ എന്ത് ചെയ്തു? അതായത് സുവിശേഷം അനേകരിലേക്ക് പകരുവാൻ കൊണ്ടിടയായി തീർന്നു. ക്രിസ്തീയ വിശ്വാസം, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രചരിക്കാൻ കൊണ്ടു തുടങ്ങി. അതിനുള്ള പല സ്റ്റേജസ് ഉണ്ട്. പിന്നെ ബൈബിൾ സൊസൈറ്റി തുടങ്ങി. എന്നാൽ ഇതിനോടകം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അനേകർ വന്നു. ഇതൊക്കെയും അല്ലെങ്കിൽ ഇല്ലാതായ്മ ചെയ്യുവാനൊക്കെ പലരും പരിശ്രമിച്ചു. എന്നാൽ അതെല്ലാം ദുഷ്ഫലമായി തീർന്നു. ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വേല, സുവിശേഷം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പാൻ, അതായത് ജ്ഞാനം വർദ്ധിക്കുകയും മനുഷ്യർ ഇനി അതിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ സമാന്തരമായി പറയുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനൊക്കെ സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുകയും അവന് വളരെ, അതായത് 12 പറയുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതായത് ബുദ്ധിമാന്മാർ പലരും നിത്യജീവനായി. പിന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, ദാനിയേലേ നീ ഈ പ്രവചനങ്ങളൊക്കെയും മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പം ജ്ഞാനം വർദ്ധിച്ചോട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം പലയിടങ്ങളിലേക്കും പകരുവാനൊക്കെ തീർന്നു. അതിനനുസരിച്ച് പ്രോസിക്യൂഷൻ ഉണ്ടായി. അതനുസരിച്ച് ഇപ്പം മാർട്ടിൻ ലൂതറിനെയും വിക്ലിഫിനെയും ഒക്കെ നശിപ്പിക്കാൻ തക്കവണ്ണം പിന്നീട് ജോൺ വിക്ലിഫ്, അതുപോലെ തന്നെ പലരും, മോർണിംഗ് സ്റ്റാർ റിഫോർമേഷൻ, അങ്ങനെ പലരും വന്നു, പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. ആ പ്രവർത്തനം മുൻപോട്ട് പോയതോടൊപ്പം തന്നെ ലോകത്തിന് അനേക മാറ്റങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം സയൻറ്റിഫിക് വേൾഡിൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. അത് മനുഷ്യനാകമാനമായിട്ട് ദൈവത്തെ നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ അവസ്ഥയിൽ ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ട്. ദൈവത്തിൻ്റെ വചനം ലഭ്യമാകുവാനൊക്കെ അതൊരു മുഖാന്തരമാണ്. ഇപ്പം എൻ്റെ കൈവശമുണ്ട് മൊബൈൽ. ആ മൊബൈലിനകത്ത് എനിക്ക് പാഠപുസ്തകമുണ്ട്, ബൈബിളുണ്ട്, പലതരത്തിലുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, അതുപോലെ തന്നെ മറ്റു പല ഭാഷകളിലുണ്ട്. എല്ലാം മനുഷ്യന് ലഭ്യമാണ്. ഇതൊക്കെ എന്താണ്? സുവിശേഷം പകരുന്നതിന് വേണ്ടിയുള്ളൊരു എളുപ്പബാധ്യമാണ്, എളുപ്പമാർഗ്ഗമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പിശാചും വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിശാചിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പിശാച് മനുഷ്യനെ വഞ്ചിക്കുവാൻ തക്കവണ്ണം ഉള്ള പല വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴികളിലൊന്നും പെട്ടുപോകാതെ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം ഉള്ള ഉപദേശങ്ങളിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നൽകുകയുണ്ടായി. അതാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ് സംഭവങ്ങൾ? ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു 24-ാമത്തെ അധ്യായത്തിൽ 2 കാര്യങ്ങൾ പറയുകയുണ്ടായി. നമുക്കതിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമതായിട്ട് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ്. അപ്പോൾ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് എന്താണ്? ആദ്യം നമ്മൾ വായിക്കുകയുണ്ടായി. ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
അതായത് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു നേരത്തെ പറഞ്ഞു. അത് AD 70 എന്താണ് സംഭവിച്ചത്? ആ യഹൂദന്മാർ ഞങ്ങളുടെ ദേവാലയം എന്ന് പൊതിഞ്ഞ് അതിനെ സൂക്ഷിച്ചു. അതിന് വലിയ കാര്യങ്ങൾ. പക്ഷേ റോമാക്കാർ വന്ന് എന്തു ചെയ്തു? അവർ വന്നതായ നാശത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിൽ പറയുന്ന ഇപ്രകാരമാണ്. അവർ വന്ന് അതിന് ചുറ്റും വളഞ്ഞു. അവരുടെ നേതാവ് പറഞ്ഞു അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആരോ ഒരുത്തിനൊരു പന്തം എടുത്തെറിഞ്ഞു. അത് എടുത്തെറിഞ്ഞപ്പോൾ അതിനകത്ത് പെട്ടെന്ന് തീ പിടിക്കുന്നതായ അനേക വസ്തുക്കളുണ്ടായിരുന്നു. അത് തീ പിടിച്ചു. അതെല്ലാം ആ തീയുടെ പ്രഭയിൽ ആ പട്ടാളക്കാർ നോക്കിയപ്പോഴത്തേക്ക് അതിലെല്ലാം സ്വർണ്ണമാണെന്ന് അവർ തോന്നി. അവരെന്ത് ചെയ്തു? ആ സ്വർണ്ണം അവർ ഈ കവർ ചെയ്യുകയാണല്ലോ, അതിനുവേണ്ടി ഓരോ കല്ലും ഇളക്കി. കാരണം ഇതിനിടയ്ക്കെല്ലാം സ്വർണ്ണമാണെന്ന് അവർ കരുതി. അങ്ങനെ ആ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരവസരത്തിലേക്ക് ഇത് മാറിയതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാര്യം ശരിയാ, അവരുടെ നേതാവ് അത് നശിപ്പിക്കരുത്, ഒരു മോണ്യുമെൻ്റായിട്ട് കരുതണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അത് നടന്നില്ല. അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. അന്ന് അനേക യഹൂദന്മാർ എന്തു ചെയ്തു? അവർ ദേവാലയത്തിൽ ആശ്രയം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ആലയമാണല്ലോ, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ രക്തപ്പുഴ ഒഴുകുകയാണ് ചെയ്തത്. കാരണം ആ കർത്താവ് പറഞ്ഞു കല്ലിന്മേൽ ശേഷിക്കുകയില്ല, ഇത് നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പിന്നീട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ്, അതായത് 4-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്, 24. അതിനുശേഷം യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ എന്തു ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളുവീൻ. ആരും നിങ്ങളെ അതായത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് അനേകർ, അതിന് ഇമ്പോസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്, എതിർ ക്രിസ്തുവിൻ്റെ ആൾക്കാർ, അതായത് പിശാച് പ്രവർത്തിക്കുകയാണ്. അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ട് നിൽക്കുവാൻ വേണ്ടിയുള്ള അനേക കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമുക്കറിയാം, ഞാനൊന്നും ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല. പക്ഷെങ്കിൽ യേശുവില്ലാത്തവരുണ്ട്, ദൈവമില്ലാത്തവരുണ്ട്, സാത്താൻ ചർച്ചുണ്ട്, ഇതൊക്കെയും ഉണ്ട്. ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ ആവശ്യമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അനേക ശക്തികൾ ഇന്ന് ഈ ഭൂമുഖത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നാം ചിന്തിക്കുമ്പോൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതായത് ഇപ്പം നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധം നടന്നു, 2-ാം ലോകമഹായുദ്ധം നടന്നു, ഇനി അടുത്തൊരു 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ ചുറ്റുപാടുകളുമുണ്ട്. പക്ഷേ അന്യോന്യം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന സംഭവമാണ്. യെരുശലേമിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ആരാണ്? ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ, പാലസ്തീന് വേണ്ടി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി ഇതെല്ലാം നടക്കുകയാണ്. അനേകർ കൊല്ലപ്പെടുകയാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ ഇതിനു വേണ്ടിയുള്ള യുദ്ധ സാമഗ്രികളൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മനുഷ്യൻ ഒരു വഴി കൂടെ നശിച്ചുകൊണ്ട്, ഇതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. ഇത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അതെന്താണ്? അവസാനമല്ല. പിന്നെ നാം തുറന്നു വായിക്കുകയാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുകയും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുകയും ചെയ്യും. ക്ഷാമവും ഭൂകമ്പവും. ഇപ്പോൾ ക്ഷാമം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വലിയ ക്ഷാമം ഇല്ല, പക്ഷേ വരാൻ പോകുന്നു. എന്നാൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയും മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതായത് ചില പടങ്ങളൊക്കെയും ഇൻ്റർനെറ്റിലൂടെ കാണുകയുണ്ടായി. മനുഷ്യനെ കോലം തിരിഞ്ഞ് എല്ലും ഉടലുമായി ശേഷിക്കുന്ന മൃഗങ്ങളൊക്കെയും, അതായത് വെറുങ്ങലിച്ചിരിക്കുന്ന അവസ്ഥ, ജലമില്ല, ഭക്ഷണമില്ല, വേണ്ട പോഷകാംശങ്ങൾ ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇതൊന്നും ആരും അങ്ങനെ വലിയതായിട്ട് പറയുന്നില്ല. പക്ഷേങ്കിൽ അവിടങ്ങളിലായിട്ട് നടക്കുന്ന സംഭവങ്ങൾ ആണ്. അതായത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും. ഈ ഭൂകമ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാലത്തെ ഭൂകമ്പം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു. അത് 5 വർഷം കൂടുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഒന്നായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ അയലോക്കത്തുള്ള രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യം സംഭവിക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഭൂകമ്പങ്ങൾ അടിക്കടി ഊർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അതിന് പറയുന്നത് ഭൂമിക്കടിയിൽ ഭൂകമ്പം ഉണ്ടാകുക. ആ ഭൂകമ്പം കൊണ്ട് പല രാജ്യങ്ങളിലും പലയിടങ്ങളിലും പല സംഭവങ്ങളും നടന്നു. അപ്പോൾ ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നുമല്ല, കാലസംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. അത് ഇതിനെക്കുറിച്ച് 8-ാമത്തെ വാക്യം പറയുന്നത്, എങ്കിലും ഇതൊക്കെയും
ഈറ്റുനോവിൻ്റെ പ്രാരംഭം അത്രേ. അതായത് നമുക്കറിയാം, ഒരു സ്ത്രീ പ്രസവിക്കുവാൻ തക്കൊണ്ട് പോകുന്നതിന് മുൻപായിട്ട് വളരെയധികം വേദന അനുഭവിക്കണം. അപ്പോൾ അതിനാണ് പറയുന്നത് ഈറ്റുനോവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എല്ലാം പടിപടിയായിട്ട് നിവൃത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. യുദ്ധങ്ങൾ നടക്കുന്നു, ക്ഷാമം നടക്കുന്നു, അതുപോലെ ഭൂകമ്പങ്ങൾ നടക്കുന്നു, സുനാമിയുണ്ട്. ആ സുനാമിയുടെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പത്രവാർത്തകളിലും റേഡിയോയിലും ടി വിയിലൂടെയൊക്കെയും ഇതിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പിന്നെ കരയിലെ അപകടങ്ങൾ, അതായത് ആകാശത്ത് നടക്കുന്നുണ്ട്, അതായത് പ്ലെയിൻ നശിക്കുന്നു, അതുപോലെ റെയിൽവേ, പിന്നെ വണ്ടിയുടെ, അതായത് മനുഷ്യൻ്റെ മരണത്തിൻ്റെ കണക്ക് ഇന്ന് നമുക്ക് പലതരത്തിലാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ഇപ്പം നിൽക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുമ്പോൾ ചാകുന്നു. അപ്പോൾ ഇതൊക്കെയും എന്താണ് ഈ കാണിക്കുന്നത്? കാലസംഭവങ്ങളൊക്കെയാണ്. എന്താണ് ഈറ്റുനോവിൻ്റെ ആരംഭത്തിലെ അത്. പിന്നെ അതിനുശേഷം പിന്നെ റിലീജിയസ് പെർസിക്യൂഷൻ, അതായത് നിങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും, എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പായിക്കും. അപ്പോൾ ഈ ഒരു അനുഭവം വരുന്നു. റിലീജിയസ് പെർസിക്യൂഷൻ, സെക്കുലർ പെർസിക്യൂഷനുണ്ട്, റിലീജിയസ് പെർസിക്യൂഷനുണ്ട്. ജാതിയോട് സമരം ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 21-25 വാക്യം പറയുന്നത് എന്താണ് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 25 പറയുന്നത് 21-25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. അപ്പോൾ ഈ എന്ത് സംഭവിക്കും, ഏത് സമയത്തും സംഭവിക്കാം. അതായത് നമുക്കറിയാം, ഈ സുനാമി എന്ന് പറയുന്നതായ സംഭവം കടലിലൊരു ഭൂകമ്പം ഉണ്ടായതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കടലിലെ വെള്ളം അകത്തേക്ക് അങ്ങ് വലിഞ്ഞു പോവുകയാണ്. വലിഞ്ഞതിന് ശേഷം അത് തിരികെ വരുന്നു. അതോടുകൂടി വലിയ ഒരു തിരമാല, ഏകദേശം 10-60 അടി ഉയരത്തിലാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അത് വന്ന് കരയിലുള്ള സകലവും നാക്കുകൊണ്ട് നമ്മൾ നക്കിയെടുക്കുന്നത് പോലെ കെട്ടിടങ്ങളൊക്കെ നക്കിയെടുക്കുകയാണ്. അതിൻ്റെ അനേക ചിത്രങ്ങൾ പലരുടെയും കൈവശമുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് എത്രമാത്രം നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് പ്രകൃതി അങ്ങ് ആകമാനമായിട്ട് ഇളകിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ സുനാമി കൊണ്ട് പല സ്ഥലങ്ങളിലും നാശമുണ്ടായി, നഷ്ടമുണ്ടായി, അനേകരുടെ ജീവൻ എടുക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയും എന്താണ് പറയുന്നത്? ഡിസ്ട്രസ് ഓഫ് നേഷൻ്റെ ഇടയിലുള്ളതായ. പിന്നെ ഒക്കെയും ഇതിൻ്റെയൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂലോകത്തിന് സംഭവിക്കുന്ന പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജ്ജീവരായി ആകും. അപ്പോൾ പിന്നെ വരുന്നത് മനുഷ്യത്വത്തിൻ്റെ വരവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെയും ആണിത്. അതാണല്ലോ നമ്മൾ പറഞ്ഞത്, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. ആയതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ വരവ് നോക്കി പാർക്കുക, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. ഇതിപ്പം മതപരമായുള്ള പെർസിക്യൂഷൻ, അതായത് ഉണ്ട്, അതൊരു വഴി കൂടെ നടക്കുന്നു. ബൈബിള് ഇപ്പം ഇന്നത്തെ കാലത്ത് ബൈബിള് വളരെയധികം ലഭ്യമാണ്. ഒരു കാലത്ത് ഞാൻ ഓർക്കുകയാണ്, ബൈബിളിന് വേണ്ടി മനുഷ്യർ ഓടി നടന്നു. ആ ഒരു സംഭവങ്ങൾ, അതായത് ഈ ബൈബിളിലെ ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രീകരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ബൈബിള് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയതായ സമയത്ത് ദുഷ്കരമാണ്, ലഭിക്കുകയാണ്, അതിന് വലിയ വിലയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു 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 പെൺകുട്ടി, മേരി എന്നാണ് അവളുടെ പേര്, ബൈബിള് ലഭിക്കുന്നതിന് വേണ്ടി അവൾ കുറേ കാശ് ഇങ്ങനെ സംഘടിപ്പിച്ച് വെച്ചു. അന്ന് ബൈബിൾ നല്ല വിലയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ബൈബിൾ സുലഭമാണ്. എന്നിരുന്നാലും അന്ന് വളരെ ദുർലഭമാണ്. അത് വലിയ ബൈബിളാണ്. അതുകൊണ്ട് വാങ്ങിക്കാൻ തക്കവണ്ണം ഈ മേരി ബൈബിളിനെക്കുറിച്ച് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എനിക്കൊരു ബൈബിൾ വേണമെന്ന് തീരുമാനിച്ച് അവൾ കുറേ കാശ് സംഘടിപ്പിച്ച് അവിടെ ബൈബിളിൽ ലഭ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പാതിരിയുടെ അടുത്ത് പാസ്റ്റർ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ബൈബിളുണ്ട്, പക്ഷേ ഇതിന് ആരോ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവൾ വളരെയധികം സങ്കടപ്പെട്ടു. എന്നാലും എൻ്റെ പാസ്റ്റർ അവൾ ഏകദേശം ഒരു 12 മൈലോളം നടന്നു വീട്ടിൽ നിന്ന്. കാരണം അന്ന് യാത്രയ്ക്ക് സൗകര്യമില്ല. യാത്രാ സൗകര്യങ്ങളുണ്ടെങ്കിലും അതിന് ചിലവാക്കാൻ അവിടെ പണമില്ല. അത് ചെന്ന് നടന്നവൾ ആ പാസ്റ്ററോട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ബൈബിള് സമ്പാദിക്കുവാൻ വേണ്ടി അനേക ദിവസങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അനേക കാര്യങ്ങളിലൂടെ പണം സ്വരൂപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ഈ അച്ഛൻ അല്ലെങ്കിൽ പാതിരിക്ക്, പുരോഹിതന് വളരെയധികം അനുകമ്പ തോന്നി. എന്നിരുന്നാലും ഇത് ആരോ വാങ്ങിച്ചതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ധർമ്മസങ്കടത്തിലായി. എന്നിരുന്നാലും ഈ പെൺകുട്ടിയുടെ താല്പര്യവും
അവളുടെ അതിനുവേണ്ടിയുള്ളതായ ആഗ്രഹവും പരിശ്രമിച്ചുകൊണ്ട് അവസാനം ഈ ബൈബിൾ കൊടുത്തു. പിന്നെ ഞാൻ വേറെ ഇവിടെ നിന്നും ബൈബിൾ സംഘടിപ്പിച്ച് അത് വാങ്ങിച്ചതായ ഓണർ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അവളുടെ കയ്യിൽ അവൾ പൈസയും കൊണ്ടുപോയി അത് വളരെ ഭവ്യതയോടെ കൊണ്ടുപോവുകയും അത് ദിനംതോറും പഠിക്കുവാനും വായിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ആ ഒരു ഫലം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്തു ചെയ്തു, അന്ന് പള്ളിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നു, ബൈബിളിന് വേണ്ടി ആവശ്യപ്പെട്ടു, ലഭ്യമല്ല, അത് ലഭ്യമാക്കുവാൻ തക്കവണ്ണം വഴിയൊരുക്കണം. അങ്ങനെയാണ് ബൈബിൾ സൊസൈറ്റി ഉണ്ടായത്. ഇന്ന് ബൈബിൾ സൊസൈറ്റിയുടെ കണക്കുകൾ പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തിരിക്കുന്നത് ബൈബിളാണ്. കാരണം ജ്ഞാനം വർദ്ധിച്ചു, പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങി, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും പരക്കുവാൻ കൊണ്ടിടയായിത്തീർന്നു. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇന്നത്തെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം. അവിടെ നാം ചിന്തിക്കുന്നത്, അതായത് പല അടയാളങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു അടയാളമാണ് അവസാനമായിട്ടുണ്ടാകേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. എന്താണത്? 24:14 പ്രകാരം ഞാൻ വായിക്കുന്നു. അതായത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ എന്ത് ചെയ്യും? അവസാനം വരും. അപ്പം അതിന് വേണ്ടി ഉള്ള ഒരു ഒരുക്കം, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ വരവിന് മുൻപ് ഈ സുവിശേഷം സകലർക്കും പോകണം. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് ഞാൻ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചല്ലോ. എന്താണ്? ബൈബിൾ ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്. അതായത് ഈ അടുത്തുകൂടാത്ത അല്ലെങ്കിൽ അന്ധകാരം അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടതായ വലിയൊരു മതിൽ കെട്ടിയിരിക്കുന്ന രാജ്യമായ ചൈനയിൽ പോലും, അതുപോലെ റഷ്യയിൽ പോലും ഈ ബൈബിള് ലഭ്യമാകുവാൻ തക്കവണ്ണം വഴിയൊരുക്കിയിരിക്കുകയാണ്. ഏത് പ്രകാരമാണ്? നെറ്റിലൂടെ. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബൈബിളും കൊണ്ടുപോയാൽ അവർ അത് നിരോധിക്കും. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും നാം പോകുമ്പോൾ ബൈബിൾ കൊണ്ടുപോയാലോ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ബൈബിൾ കൂടുതൽ കൊണ്ടുവരാൻ മതി, ഒരെണ്ണം വേണം കൊണ്ടുപോകാൻ നമുക്ക് വായിക്കണം. പക്ഷേ അങ്ങനെ ഉള്ള ചില കർശന നടപടികളുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു നടപടിയുടെ ആവശ്യമില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഡൗൺലോഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പ്രചാരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും എത്തിച്ചേരുവാൻ നടക്കണം. ഓരോ വ്യക്തിയുടെയും പോക്കറ്റിൽ, ഓരോ വ്യക്തിയുടെയും കൈവശം അവർ നെറ്റിലൂടെ നടക്കുന്ന പ്രസംഗങ്ങളും അതുപോലെ ഓൺലൈനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രവിക്കുവാൻ തക്കവണ്ണം ഇത് ഒരു സഹായമായി തീർന്നിരിക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇന്നത്തെ ലോകത്തിലുള്ള മിക്കവാറുള്ള ഭാഷകളിലേക്കും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ലോകത്തിലുള്ള സകല ട്രൈബൽസിനും അല്ലെങ്കിൽ അവരുടെ ഭാഷകളിലൂടെ ഒക്കെയും ലഭ്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, അതായത് അതുകൊണ്ട് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ വായ്പാൻ കൊണ്ട് സാധിക്കും. അതായത് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നാം ഓർക്കുക. കാരണം സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ ഈ അവസാനത്തിന് മുൻപ് ഈ സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരും. അതിന് എൻ്റെ ഭാഗം എന്താണ്? അതായത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരായ നാം എല്ലാവരും, കർത്താവിന് വിശ്വാസമുള്ളവരായ നാം എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുക. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അത് കർത്താവ് വരുന്നു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ തിരുവചന ധ്യാനത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ലാസർ ജീവിപ്പാനക്കൊണ്ടും അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാനൊക്കൊണ്ടും ഞങ്ങളെ സഹായിക്കണമേ. കിട്ടുന്ന മുഖാന്തരങ്ങളെയും കിട്ടുന്നതായ സൗകര്യങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് അങ്ങയുടെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവത് പ്രവർത്തിപ്പാനൊക്കൊണ്ടും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. രോഗമോ ദുഃഖമോ പ്രയാസമുള്ള ആരെങ്കിലും അടിയൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഇടയിലുണ്ടെങ്കിൽ, കാണുന്നവരുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗഖ്യം അങ്ങ് നൽകണമേ. തിരുവിഷം നിറവേറണമേ. എല്ലാം യേശുക്കൾ താഴ്മയോടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.